Hello everyone, welcome back to CS Submit. ഞാൻ നന്ദന. ഇന്ന് ഈ വീഡിയോയിൽ ഫെബ്രുവരി 2025 ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ഫിനാൻസ് ആണ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ചാനലിലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം ഫെബ്രുവരി 2025 ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നമുക്ക് നോക്കാം. സോ ഫെബ്രുവരി 1 എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ ആണ്. ദെൻ 2 ഫെബ്രുവരി എന്ന് പറയുന്നത് വേൾഡ് വെറ്റ്ലാൻഡ് ഡേയും അതേപോലെ തന്നെ റുമാറ്റോയിഡ് ആന്ത്രൈറ്റിസ് അവയർനെസ് ഡേയും ആണ്. ദെൻ 2 ഫെബ്രുവരി ടു 8 ഫെബ്രുവരി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വീക്ക് ആണ്. ദെൻ 4 ഫെബ്രുവരി എന്ന് പറയുന്നത് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ദെൻ 6 ഫെബ്രുവരി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ഫോർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ആണ്. ദെൻ 10 ഫെബ്രുവരി എന്ന് പറയുന്നത് നാഷണൽ ഡിവോമിംഗ് ഡേ, വേൾഡ് പൾസസ് ഡേ, ദെൻ ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേ. ദെൻ 11th ഫെബ്രുവരി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ്. ദെൻ 13th ഫെബ്രുവരി എന്ന് പറയുന്നത് വേൾഡ് റേഡിയോ ഡേ ആണ്. ദെൻ 20th ഫെബ്രുവരി വേൾഡ് ആന്ത്രോപോളജി ഡേയും അതേപോലെ തന്നെ വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസും ആണ്. ദെൻ 27th ഫെബ്രുവരി എന്ന് പറയുന്നത് വേൾഡ് NGO ഡേ ആണ്. ദെൻ 28th ഫെബ്രുവരി നാഷണൽ സയൻസ് ഡേ ആണ്. സോ ഇത്രയാണ് ഫെബ്രുവരിയിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ദെൻ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് നോക്കാം. രാജേഷ് നിർവാൻ അപ്പോയിന്റഡ് ആസ് ഡയറക്ടർ ജനറൽ ഓഫ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. സോ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അണ്ടറിൽ വരുന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റീൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് രാജേഷ് നിർവാനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ന്യൂസ്, ലോബർട്ട് ഡി വേവർ സോൺ ഇൻ ആസ് ബെൽജിയംസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. സോ ബെൽജിയത്തിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ലോൺബാർഡ് ഡി വീവർ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദെൻ കെ ബാലസുബ്രഹ്മണ്യം അപ്പോയിന്റഡ് ആസ് ന്യൂ സിറ്റി ബാങ്ക് ഇന്ത്യ ഹെഡ്. സിറ്റി ബാങ്കിന്റെ പുതിയ ഹെഡായിട്ട് കെ ബാലസുബ്രഹ്മണ്യത്തിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അശോക് കുല്ലറിനെ ആണ് സക്സീഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയ അപ്പോയിന്റ് ജസ്റ്റിൻ ഹോഡാട്ട് ആസ് ന്യൂ CEO. ഇന്ത്യയിൽ AHF ആയിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ഹോഡാട്ട് ഇപ്പൊ നോക്കിയന്റെ ന്യൂ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റഷ്യ അപ്പോയിന്റ്സ് ന്യൂ റോസ്കോമോസ് ചീഫ്. സോ റഷ്യന്റെ സ്റ്റേറ്റ് സ്പേസ് കോർപ്പറേഷന്റെ പുതിയ ചീഫായിട്ട് ദിമിത്രി ബക്കനോവിനെ റഷ്യൻ പ്രസിഡന്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ കോൺസ്റ്റന്റൈൻ ടോളസ് എലക്റ്റഡ് ആസ് ഗ്രീസ് ന്യൂ പ്രസിഡന്റ്. സോ ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് കോൺസ്റ്റന്റൈൻ ടോളസിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അപ്പോയിന്റഡ് ആസ് 26 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സോ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് നമ്മുടെ പഴയ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പുതിയ ലോയിന്റെ അണ്ടറിലാണ്, ഇലക്ഷൻ കമ്മീഷനെ സെലക്ട് ചെയ്യുന്നതിന്റെ പുതിയ ലോ അണ്ടറിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, രേഖ ഗുപ്ത സോൺ ഇൻ ആസ് ഡൽഹീസ് ന്യൂ CM. സോ നമ്മളെല്ലാവരും കണ്ടിരുന്നു 26 ഇയേഴ്സിന് ശേഷം ഡൽഹിന്റെ ഭരണം BJP എന്താണ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. സോ അവിടുത്തെ പുതിയ CM ആയിട്ട് രേഖ ഗുപ്ത തിരഞ്ഞെടുക്കപ്പെട്ടു. സോ രേഖ ഗുപ്ത എന്ന് പറയുന്നത് ഡൽഹിയിലെ 4th വുമൺ CM ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ 18th വുമൺ ടു ബിക്കം ദ CM. നെക്സ്റ്റ്, SBI കാർഡ് അപ്പോയിന്റ് സലീല പാണ്ഡെ ന്യൂ MD ആൻഡ് CEO. സോ SBI കാർഡ് ആൻഡ് പേയ്മെന്റ് സർവീസിന്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് സലീല പാണ്ഡെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസ് എന്ന് പറയുന്നത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. സോ അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കാർ ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ക്ലയൻസിനും എക്സ്റ്റെൻസീവ് ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോ ഓഫർ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചീഫ് എക്കണോമിക് അഡ്വൈസർ നാഗേശ്വരൻസ് ടേം അണ്ടിൽ മാർച്ച് 2027. സോ ഇന്ത്യയിലെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള വി ആനന്ദ നാഗേശ്വരത്തിന്റെ ടേം 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാർച്ച് 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മിലൻ സോമൻ നെയിംഡ് ആസ് ഗാർമിൻസ് ന്യൂ ബ്രാൻഡ് അംബാസിഡർ ഫോർ ഇന്ത്യ. സോ ഗാർമിൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അത് GPS എനാബിൾഡ് ഡിവൈസും അതേപോലെ തന്നെ നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊഡക്ട്സും ഡിസൈൻ ചെയ്യും അതേപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യും സെല്ലും ചെയ്യുന്നതാണ്. ഗാർമിൻ ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരാണ്? മിലിൻ സോമൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സോ ഇത്രയായിരുന്നു ഫെബ്രുവരിയിലെ മെയിൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്. ഇനി നമുക്ക് ഫിനാൻസിലേക്ക് നോക്കാം. ഹൈലൈറ്റ്സ് ഓഫ് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി 2025. സോ മോണിറ്ററി കമ്മിറ്റി മെയിൻ ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. ഇത് അനൗൺസ് ചെയ്തിരിക്കുന്ന RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണ്. എന്നാണ് 7th ഫെബ്രുവരി 2025. സോ ഇതിനകത്ത് പറയുന്ന GDPന്റെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് എന്നാണ് 2025-26 6.7% ആണ്. പിന്നെ ഇൻഫ്ലേഷൻ എത്രയായിട്ട് കൂടി 4.2%ലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി SDF 6% ആണ്.
ദെൻ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നതും അതേപോലെ തന്നെ ബാങ്ക് റേറ്റും 6.5% ആണ്. ദെൻ ഇന്ത്യൻ്റെ 2024-25 GDP ഗ്രോത്ത് 6.4% ആണ്. RBI to issue new 50 notes with Governor Sanjay Malhotra's signature. Old note remain valid. സോ RBI എന്ത് ചെയ്യാണ്, പുതിയ 50 നോട്ട്സ് ഇഷ്യൂ ചെയ്യാൻ പോവാണ് ഇപ്പോഴത്തെ RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയുടെ സിഗ്നേച്ചർ വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഓൾഡ് നോട്ട്സ് എന്ത് ചെയ്യും, അത് വാലിഡ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. സോ ഇത്രയാണ് ഫിനാൻസ് പറയുന്നത്. സോ താങ്ക് യു. അപ്പം ഫെബ്രുവരിയിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അപ്പോയിൻമെൻറ്റ്സും ഫിനാൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി ബാക്കിയുള്ള ടോപ്പിക്സിൻ്റെ വീഡിയോസ് വരുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും.